ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദെ. 2026 നടക്കാൻ പോകുന്ന അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കുറേ കുട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് കഴിഞ്ഞ കേട്ടറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി നമ്മുടെ റിസൾട്ട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. മെയ് ആദ്യവാരത്തോട് കൂടിയിട്ട് റിസൾട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കേട്ടറ്റിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം റിസൾട്ട് വന്ന് അധികം വൈകാതെ തന്നെ അടുത്ത കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കൊരു 1-2 മാസത്തിനുള്ളിൽ എക്സാമും വരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര മാർക്കിൻ്റെ കുറവുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അടുത്തൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ എഴുതിയിട്ടുള്ള കേട്ടിട്ട് ഞാൻ ക്ലിയർ ആവില്ല, എനിക്ക് അടുത്തൊരു തവണയും കൂടെ എഴുതേണ്ടി വരും എന്നുറപ്പുള്ളവർ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം വലിയൊരു സിലബസാണ്, കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ തവണ അല്ലെങ്കിൽ ഓരോ തവണ എക്സാം കഴിയുമ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ വരുന്ന പാറ്റേണിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്കിനി വരാൻ പോകുന്ന കേട്ടറ്റൊക്കെ തന്നെയും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു LP UP നോട്ടിഫിക്കേഷന് മുന്നേ നമുക്കൊരു കേട്ടറ്റ് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ആ എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്ന അതല്ലെങ്കിൽ പുതിയ പാറ്റേണിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. കോൺസെപ്റ്റുകളൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യനിലെ പാറ്റേണിലാണ് മിക്കപ്പോഴും മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. First question. A student uses maps and diagrams to understand the geography of a region. According to Bruner, which mode of representation is being utilized? ഇവിടെ ബ്രൂണറുടെ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റുകളാണ് ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം 3 സ്റ്റേജുകളിൽ കൂടെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, കോൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ആ കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്, ഒരു ആപ്ലിക്കേഷൻ രീതിയിലുള്ളൊരു ചോദ്യമാണ്. ഒരു കുട്ടി ഒരു റീജിയൻ്റെ ജോഗ്രഫി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുകയാണ്, മാപ്സും ഡയഗ്രാംസും ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രൂണറുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് ഇവിടെ ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് മോഡ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് കുട്ടി കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്, ഓപ്പറേഷണൽ. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ 3 കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ, ബ്രൂണറുടെ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് അല്ലേ. 3 ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതിൽ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ മാപ്സും ഡയഗ്രാംസും ഉപയോഗിച്ചിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ഒരു റീജിയൻ്റെ ജോഗ്രഫി മനസ്സിലാക്കുന്നത്. മാപ്സും ഡയഗ്രാംസും അത് ഇനാക്റ്റീവ് സ്റ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണോ, ഐക്കോണിക് സ്റ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണോ, സിംബോളിക് സ്റ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഐക്കോണിക് സ്റ്റേജ് ആണ് അല്ലേ. ചിത്രങ്ങളിൽ കൂടെയും അതേപോലെ തന്നെ ഡയഗ്രാംസിൽ കൂടെയൊക്കെ കുട്ടികൾ കണ്ടുപഠിക്കുന്നത് അല്ലേ. ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, ഐക്കോണിക് സ്റ്റേജിൽ കാണാൻ പറ്റുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് ആണെങ്കിൽ അവിടെ എന്താണ്, ഫിസിക്കൽ ആക്ഷൻസ് ആണ് അല്ലേ. ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്. ഇനി സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലാണ് നടക്കുന്നത്, ത്രൂ സിംബോളിക് തോട്ട് അല്ലേ. ലാംഗ്വേജസ്, നമ്പേഴ്സ്, സിംബോളിക് ആയിട്ടുള്ള രീതിയിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേജുകളിൽ കൂടെയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐക്കോണിക് സ്റ്റേജ് ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ പിയാഷെ ആൻഡ് ബ്രൂണർ? ഇതും എന്താണ്, നമ്മൾ ബ്രൂണറുടെയും പിയാഷെയുടെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കും. പക്ഷേ ഇവരുടെ 2 പേരുടെയും കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ സിമിലാരിറ്റി എന്താണ് എന്നുള്ളത്
ഈ അടുത്തിടെയായിട്ടാണ് പരീക്ഷ ആ രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു പുതിയൊരു പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ്. തന്നിട്ടുള്ളതിൽ പിയാഷെയുടെയും അതേപോലെ തന്നെ ബ്രൂണറുടെയും പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു കീ ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, പിയാഷെ ബിലീവ്ഡ് ഇൻ ഡിസ്കവറി ലേണിംഗ് വൈൽ ബ്രൂണർ ഡിഡ് നോട്ട്. B. Brunner emphasized that language is a tool for cognition, whereas Piaget saw language as a product of cognitive development. C. Piaget believed development is continuous, while Brunner believed it happens in fixed stages. D. Brunner ignored the role of the environment, while Piaget focused only on social interaction. അപ്പോൾ അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവരെല്ലാ കോൺസെപ്റ്റുകളും കൊടുത്തിട്ടാണ് അതിൽ കീ ഡിഫറൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. കാരണം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്രൂണർ പറയുന്നത് കൊഗ്നിഷൻ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ള ഒരു ടൂളായിട്ടാണ് ലാംഗ്വേജിനെ ആര് കൊണ്ടുവരുന്നത്? ബ്രൂണർ പറയുന്നത്. പക്ഷെ പിയാഷെ പറയുന്നത് ലാംഗ്വേജ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് ലാംഗ്വേജ്. ഇവിടെ നമുക്കറിയാം പിയാഷെയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആദ്യം നടക്കുന്നു, പിന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ പിയാഷെയുടെ കോൺസെപ്റ്റിൽ എന്താണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ആരെ കാണുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ കാണുന്നത്. പക്ഷേ ബ്രൂണർ പറയുന്നത് അങ്ങനെയല്ല, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ള ഒരു ടൂളായിട്ടാണ് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവർ രണ്ടുപേരുടെയും കോൺസെപ്റ്റിൽ വരുന്ന ഒരു കീ ഡിഫറൻസ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് മെച്ചുറേഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് മെച്ചുറേഷൻ? തന്നിട്ടുള്ളതിൽ മെച്ചുറേഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ, ലേണിംഗ് ത്രൂ എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസ്. B. Biological unfolding of the genetic blueprint. C. Cultural influence on behavior. D. Cognitive development through schooling. ഇതിലേതാണ് മെച്ചുറേഷൻ? അല്ലേ, നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മെച്ചുറേഷൻ. എന്താണ്? ഡെവലപ്മെൻറ്റിനുള്ള ഒരു പ്രീ റിക്വസിസ്റ്റ് ആണ് അല്ലേ. അതായത് ശരിയായ രീതിയിൽ ഒരു കുട്ടിയുടെ വികാസം നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? കറക്റ്റായിട്ട് പക്വത അല്ലേ, മെച്ചുറേഷൻ, പരിപക്വത നടക്കണം. അപ്പോൾ എന്താണ് ഈ പരിപക്വത? പരിപക്വതയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആര് നിൽക്കുന്നത്? ഡെവലപ്മെൻറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മെച്ചുറേഷൻ എന്നതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കൽ അൺഫോൾഡിങ് ഓഫ് ദ ജനറ്റിക് ബ്ലൂ പ്രിൻറ്റ് അല്ലേ. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ട്? ധാരാളം എബിലിറ്റീസ് ഉണ്ട്, കപ്പാസിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റില്ല. ഓരോ കഴിവുകളും പുറത്തോട്ടെടുക്കാനായിട്ട് എന്തുണ്ട്? കൃത്യമായിട്ട് ഓരോരോ സമയങ്ങളുണ്ട്. പാകമാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സംസാരിക്കാനായിട്ടുള്ള നമ്മുടെ ഒരു എബിലിറ്റി, നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? സംസാരിക്കാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ ജനിച്ചതിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന പോലെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. സംസാരിക്കാനായിട്ടൊരു പ്രായമുണ്ട്, നടന്നു തുടങ്ങാനായിട്ടൊരു പ്രായമുണ്ട്, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ ഒരു പ്രായമുണ്ട്. സോ അത്തരത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ഒരു അൺഫോൾഡിങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മെച്ചുറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. ഹാൻഡഡ്നെസ് ഈസ് യൂഷ്വലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ വാട്ട് ഏജ്? ഹാൻഡഡ്നെസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വാട്ട് ഏജ്? ഹാൻഡഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിഫറിങ് ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡ്. അതായത് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരു ഡിഫറൻസ് കുട്ടികളിൽ ഉണ്ടാവുന്നത് ഏത് പ്രായത്തിലാണ്? ഓപ്ഷൻ എ 6 months, B 1 year, C 3 to 5 years, D 10 to 12 years. എത്ര വയസ്സ് മുതലായിരിക്കും കുട്ടികളിൽ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്? ജനിക്കുമ്പോൾ തന്നെ എന്തില്ല? കുട്ടികൾക്ക് ഇത്തരത്തിൽ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റില്ല. കൈ അല്ലേ, അപ്പോൾ അവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നില്ല. കുട്ടികൾ എന്താണ്? കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 2 കൈകൊണ്ടും ചെയ്യും. അവിടെ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ഡിഫറൻസ് കുട്ടികളിൽ ഉണ്ടായി വരുന്നത്, ഹാൻഡഡ്നെസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടായി വരുന്നത് എത്രാമത്തെ വയസ്സ് മുതലാണ്? 3 to
5 years ആണ്. 3 വയസ്സ് മുതൽ 5 വയസ്സിനുള്ളിലാണ് കുട്ടികൾ വലത് കയ്യ്, ഇടത് കയ്യ്, വലത്തേ ചെവി, ഇടത്തേ ചെവി, വലത്തേ കണ്ണ്, ഇങ്ങനെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഡിഫറൻസ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 അല്ലേ? യെസ്, 5ാമത്തെ ക്വസ്റ്റ്യൻ. Which system of the body reaches adult size most rapidly during early childhood? ഇവിടെ എന്താണ്? ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മുടെ ബോഡിയുടെ ഏത് സിസ്റ്റമാണ് ഒരു അഡൾട്ട് സൈസിലോട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലോട്ട് ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡിൽ തന്നെ എത്തുന്നത്? ഓപ്ഷൻ എ കാർഡിയോവെസ്കുലർ സിസ്റ്റം, ബി ഡൈജസ്റ്റീവ് സിസ്റ്റം, സി നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിൻ, ഡി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിലേത് സിസ്റ്റം ആയിരിക്കും ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു അഡൾട്ട് സൈസ്, ആ ഒരു അഡൾട്ടിൽ സംഭവിക്കേണ്ട മാറ്റങ്ങൾ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ സംഭവിക്കുന്നത് ഏത് സിസ്റ്റത്തിലായിരിക്കും? കാർഡിയോവെസ്കുലർ സിസ്റ്റത്തിലാണോ, ഡൈജസ്റ്റീവ് സിസ്റ്റമാണോ, നെർവസ് സിസ്റ്റമാണോ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണോ? ഏത് സിസ്റ്റം ആയിരിക്കും? നമുക്കറിയാം നമ്മുടെ ഡെവലപ്മെൻറ്റ് അല്ലേ എങ്ങനെയാണ് പോകുന്നത്? ഹെഡ് ടു ഫീറ്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അല്ലേ? സോ തന്നിട്ടുള്ളതിൽ ആ ഒരു ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏത് സിസ്റ്റം ആയിരിക്കും ആദ്യം ഡെവലപ്പ് ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഒരു അഡൾട്ട് സൈസിലോട്ട് എത്തുന്നത് ഏതായിരിക്കും? നെർവസ് സിസ്റ്റമാണ്, നമ്മുടെ ബ്രെയിൻ ആണ് അല്ലേ? നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 80 to 90% ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ എന്തായിട്ടുണ്ട്? നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? അത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. Physical development is most closely integrated with which other domain? Physical development is most closely integrated with which other domain? Physical development ഏത് ഡൊമൈനുമായിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്? സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഓൾ ഓഫ് ദ അബവ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏത് ഡൊമൈനുമായിട്ടായിരിക്കും ഒരു ക്ലോസ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലോസ് കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്? ഏതുമായിട്ടായിരിക്കും? സോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ടാണോ, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണോ, ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണോ, ഇതെല്ലാം വരുന്നുണ്ടോ? ഏതായിരിക്കും? ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അല്ലേ? എല്ലാ ഡൊമൈനുമായിട്ടും എന്തുണ്ട്? അതിനൊരു ഇൻറ്റഗ്രേഷൻ നമുക്ക് കാണാൻ പറ്റും. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 1-2 ഡൊമൈൻ മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുക, ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റും നമ്മളവിടെ കൺസിഡർ ചെയ്യും. എല്ലാ ആസ്പെക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഇതെല്ലാം തന്നെ എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ? ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡൊമൈനെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്ത് ചെയ്യും? ബാക്കിയുള്ള ഡൊമൈൻസിനെയും കൂടെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇൻ്റർ കണക്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A toddler insists on dressing themselves and picking out their own shoes even though they often put them on the wrong feet. According to Erikson, if the parents encourage this independence, the child will develop. ഇത് കുറച്ചൊരു വലിയൊരു ചോദ്യമാണ്, പക്ഷെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം മനസ്സിലാവും അല്ലേ? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു ടോഡ്ലർ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കുന്നു, ഡ്രസ്സ് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് നോക്കുന്നു. അതിനോടൊപ്പം തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ഒറ്റയ്ക്ക് തന്നെ അവൻ്റെ ഷൂസ് പിക്ക് ചെയ്യുന്നുണ്ട്. അത് ധരിക്കാനായിട്ട് ഷൂസ് ഇടാനും അവൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താണ്? കാലുകൾ തമ്മിൽ മാറിപ്പോകുന്നുണ്ട്. റൈറ്റ് ഫീറ്റിൽ ഇടേണ്ട ഷൂ ലെഫ്റ്റിൽ ഇടേണ്ടത് റൈറ്റിലൊക്കെ ആയിട്ട് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എറിക്സണിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇവിടെ പാരൻസ് കുട്ടികളിന് ഇത്തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയിലെ ഏത് കാര്യമായിരിക്കും അല്ലെങ്കിൽ കുട്ടി എന്ത് ഫീച്ചർ ആയിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത? ഓപ്ഷൻ എ ട്രസ്റ്റ്, ഓപ്ഷൻ ബി ഓട്ടോണമി, ഓപ്ഷൻ സി ഇനീഷ്യേറ്റീവ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രി. ഒറ്റയ്ക്ക് വസ്ത്രം ധരിക്കുന്നു, ഒറ്റയ്ക്ക് ഷൂസ് എടുത്തിടുന്നു, അത് തെറ്റിപ്പോകുന്നുണ്ട്. എന്നാലും പാരൻസ് എന്താണ്? സാരമില്ല, നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പാരൻസിനുള്ളതെങ്കിൽ അവിടെ എന്തായിരിക്കും ഡെവലപ്പ് ആവുക? ട്രസ്റ്റ് ആയിരിക്കുമോ,
ഓട്ടോണമി ആയിരിക്കുമോ, ഇനീഷ്യേറ്റീവ് ആയിരിക്കുമോ, ഇൻഡസ്ട്രി ആയിരിക്കുമോ? എന്താണ്? ഓട്ടോണമിയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത് അല്ലേ? നമുക്കറിയാം എറിക്സണിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കുട്ടികൾ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് അല്ലേ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്? ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ് കേട്ടോ. ഇനീഷ്യേറ്റീവ് വരുന്നത് തൊട്ടടുത്ത സ്റ്റേജിലാണ്, 3ാമത്തെ സ്റ്റേജാണ്. ഇവിടെ കൊടുക്കുന്നത് 2ാമത്തെ സ്റ്റേജിലാണ്. സ്വന്തമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോണമിയാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ആവുന്നത് കുട്ടികളിലെ ഓട്ടോണമിയാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർ പഠിക്കുന്നു. അവർക്ക് അവരിൽ തന്നെ എന്ത് വരുന്നു? ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം നോക്കുക. വർഷങ്ങൾക്ക് മുന്നേയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേണൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതിൽ തന്നെ സൈക്കോളജി ടോപ്പിക്സ് നമുക്കറിയാം, പെഡഗോജിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പെഡഗോജി ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കോൺസെപ്റ്റുകൾ നല്ലപോലെ മനസ്സിലാക്കുക. സൈക്കോളജിയാണ്, നമുക്കറിയാം ഇവിടെ നമ്മൾ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും എന്താണ് അതിൻ്റെ ബേസ് വരുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കോർ കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട. കാരണം അതെങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ സൈലം ടീച്ചിങ് എക്സാംസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് കോൺസെപ്റ്റുകളെല്ലാം തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അടുത്ത കേട്ടറ്റ് എക്സാമിന് അപ്രോച്ച് ചെയ്യാം. ഇവിടെ കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും കേട്ടറ്റ് കാറ്റഗറി 3 മാത്സ് ഇംഗ്ലീഷ് ബാച്ചുകളാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ലൈവ് ക്ലാസ്സുകളാണ്, പക്ഷേ കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ കയറാൻ പറ്റിയിട്ടില്ല, ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേഷൻസും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.